ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ലില്ലിയും ഉമ്മയൊന്നും ഇല്ലാതെ ഞാൻ മാത്രമായിട്ടൊരു വ്ളോഗിന് വന്നിരിക്കുകയാണ്. വ്ളോഗല്ല, ചെറിയൊരു കാര്യം പറയാൻ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? ഞങ്ങൾ കുറച്ച് വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് വ്ളോഗുകളൊക്കെ. അപ്പോൾ അതൊക്കെ പിന്നെ അതിലൊക്കെ കുറേ തെറ്റുകളുണ്ടാവും. മറ്റേ സൗണ്ട് തിരഞ്ഞെടുത്തും അല്ലെങ്കിൽ പിന്നെ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇടുന്നിടത്തൊക്കെ ചെറിയ തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം എഡിറ്റിംഗ് ഒന്നും അറിയാത്തതല്ലേ. അപ്പോൾ ഞാനൊക്കെ പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഞങ്ങൾക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതാണ് പായസമാണ് കേട്ടോ, സേമിയ പായസം. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതല്ല. ഞങ്ങൾക്കിവിടെ പൂന്താനത്ത് നേർച്ച ഉണ്ടാവലുണ്ട്. പൂന്താനം മക്കാമിൻ്റെ നേർച്ച ഉണ്ടാവും, എല്ലാ വ്യാഴാഴ്ചയും ഉണ്ടാവും. അതിൽ ചില വ്യാഴാഴ്ചകളിൽ റവ തരി കാച്ചിയതുണ്ടല്ലോ, അതാണ് ഉണ്ടാവുക. പിന്നെ 2 വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വ്യാഴാഴ്ച കഴിഞ്ഞാൽ പായസം, ഇങ്ങനെ സേമിയ പായസമായിട്ട് വരും കേട്ടോ. അത് ഈ നേർച്ച ഇടുക ചെയ്യുക ആൾക്കാർ. അതിലേക്ക് തേങ്ങയും പാലും റവയും പഞ്ചസാരയൊക്കെ ആയിട്ട് നമ്മൾ നേർച്ച ഇട്ടിട്ട് അതുകൊണ്ടാണ് ഒരു പായസം ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത്. അത് ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങിക്കാം. അങ്ങനെ ജാതി മതം ഒന്നുമില്ല. ഇവിടെയൊക്കെ ഇപ്പോൾ എല്ലാ ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ ഇന്ന മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രം അങ്ങനത്തെ യാതൊരു നോട്ടവുമില്ല, എല്ലാവരും ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും അവിടെ വാങ്ങി കുടിക്കുകയൊക്കെ ചെയ്യാം. അവിടുന്ന് കുടിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം, വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം. ഞങ്ങൾ സാധാരണ അനിയത്തിയൊക്കെ ഉള്ള സമയത്താണ് ഞാൻ പോവൽ, അല്ലെങ്കിൽ പോകലില്ല. ഇനിയിപ്പോൾ ഞാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അനിയത്തിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് പോകൽ, അല്ലാന്നുണ്ടെങ്കിൽ പോകലില്ല. ഇതിപ്പോൾ ഞങ്ങൾ അയൽപക്കത്തെ കുട്ടി കൊണ്ടു തന്നതാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്കവിടെ നേർച്ചയ്ക്ക് ഉണ്ടാക്കിയതല്ലേ, അല്ലെങ്കിൽ എല്ലാ സാധനവും ഉണ്ടാക്കിയതല്ലേ ഇട്ടിട്ടുണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ഇല്ലാത്ത കമ്മിയൊന്നും ഉണ്ടാവില്ല. എല്ലാ ടേസ്റ്റും ഉണ്ടാവും. നമ്മൾ വീട്ടിലുണ്ടാക്കിയ പോലെ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും ടേസ്റ്റിലാണ് ഇത് കിട്ടുക. എല്ലാതും ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ പായസത്തിലേക്ക് തന്നെ റവ കൊടുത്തിക്കുകയാണെങ്കിൽ റവ ഇടും, അതേപോലെ തേങ്ങ ഇടും, എല്ലാം ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാ വർഷത്തിലും ഒരു ദിവസം നെയ്ച്ചോറ് ഉണ്ടാവും കേട്ടോ. അതും എല്ലാവർക്കും പോയി പറഞ്ഞ പോലെ കൊടുക്കും. അങ്ങനെ എൻ്റെ മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്നോ അല്ലെങ്കിൽ ഞങ്ങളെ നാട്ടിൻ്റെ പരിസരത്തുള്ളവർക്കൊന്നും അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാ ആൾക്കാർക്കും കൊടുക്കലുണ്ട്. അതും ഇതേപോലെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഞാൻ ഇൻഷാ അള്ളാ അനിയത്തിയൊക്കെ വന്നിട്ട് ഓളോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം, വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നല്ല തിരക്കായിരിക്കും, വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. കാരണം പെട്ടെന്ന് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് വിളമ്പി തരികയല്ലേ. അപ്പോൾ നമ്മളത് വീഡിയോ എടുക്കലും കൂടി ചെയ്യുമ്പോൾ നടക്കുമെന്ന് അറിയില്ല. എന്നാലും ഇൻഷാ അള്ളാ ഞാനങ്ങനെ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. എൻ്റെ എപ്പോഴും കേട്ടോ വരുന്നത്. അതിൻ്റെ എപ്പോഴാണ് കേട്ടോ. ഇപ്പം വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ച് ചെയ്യുന്ന പായസം കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? ഞാൻ ലില്ലി വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ, ലില്ലിയായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരുപാട് തെറ്റുകളുണ്ടാവും. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ക്യാപ്ഷൻ ഇടുമ്പോഴാണെങ്കിലും ഒക്കെ കുറേ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ഷമിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കാരണം തുടക്കക്കാരാണ്, എന്താ ഏതാന്നുള്ളതൊന്നും അറിയില്ല, ഒക്കെ തുടങ്ങണമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കുറവുകളും ഉണ്ടാവും. സോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും. പിന്നെ കാണാം ഇൻഷാ അല്ലാ.